ഗൗതം, നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമ പ്രസാദ് ചെയ്യുന്നുണ്ട്. ശ്യാം, വെരി ഗുഡ് ഈവനിങ്. ഈ കൊല്ലം ആര് പിടിക്കുമെന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം കൊല്ലത്തെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഈ കശുവണ്ടി തൊഴിലാളികൾ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന ഒരു നാടാണ് ഈ കൊല്ലം എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഗൗതം, ഇപ്പോൾ കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിലില്ലെന്നേ, അവർ പട്ടിണിയിലാണ്. അതുപോലെ തന്നെ വികസന മുരടിപ്പ്. വികസനത്തിന് വേണ്ടി ഞങ്ങൾ കൊല്ലംകാർ എത്ര നാളായി ദാഹിക്കുന്നതെന്നറിയാമോ? മാറി മാറി ഭരിക്കുന്ന ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വന്ന് വികസനം എന്ന ഒരു സംഭവം തന്നെ അവിടെ തൊട്ടു തീണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവുമായിട്ടില്ല. ഇപ്പോൾ ആരോപണം നിലനിൽക്കുന്ന MLA മാർ, മുകേഷ് അടക്കമുള്ളവർ വന്നതിന് ശേഷം കൊല്ലത്തിന്റെ ഗതികേട് കേരളം കണ്ടതാണ്. എന്തായാലും ഇതിനൊക്കെയുള്ളൊരു മറുപടിയായി ഇത്തവണ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ കൊല്ലവും ഇടം പിടിക്കുമോ? ഒപ്പം അവിടെ നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. തീപാറും പോരാട്ടമാണ്. എന്തൊക്കെയാണ് സാധ്യതകൾ? ഒപ്പം കൊല്ലത്തിന്റെ മൊത്തം ചിത്രം ഒന്ന് പങ്കുവയ്ക്കാം. അശ്വതി, ഗൗതം, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ദേശിംഗ നാടായ കൊല്ലം ആരെ തുണയ്ക്കും അല്ലെങ്കിൽ ആരെ വീഴ്ത്തും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. ഉദ്യോഗം നിറഞ്ഞ മണിക്കൂറുകൾ കടന്നു പോകുമ്പോഴും കണക്കൂട്ടലുകളും കിഴിക്കലുമെല്ലാം തന്നെ ഇപ്പോഴും അണിയറ ക്യാമ്പുകളിലെല്ലാം തന്നെ സജ്ജമായിരിക്കുന്നു. പ്രധാനമായും കൊല്ലത്തെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ തവണ LDF ആയിരുന്നു ഇത്തരത്തിൽ 9 മണ്ഡലങ്ങളിലും തൂത്തുവാരിയെങ്കിൽ ഇത്തവണ ആ ഒരു 2026 കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഉദ്യോഗം നിറഞ്ഞ നിമിഷങ്ങളിലേക്കും വോട്ടെടുപ്പ് ചരിത്രത്തിലേക്കും പോകുകയാണെങ്കിൽ കൊല്ലം ഒന്ന് മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെയായിരിക്കും ഇത്തവണത്തെ കണക്കുകൾ കൊണ്ട് ചെന്നെത്തിക്കുക. പ്രധാനമായും 79.26% ഈ കൊല്ലം ജില്ലയിലെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് ശതമാനം അവസാനിപ്പിച്ചത്. ഇതിൽ 20 ലക്ഷത്തിൽ അധികം വോട്ടർമാരിൽ 16 ലക്ഷത്തിലധികം വോട്ടർമാർ വോട്ട് ചെയ്യുകയും ചെയ്തു. എന്തായാലും മണ്ഡലത്തിൻ്റെ ആകെ ചിത്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട മണ്ഡലമായ ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ BJP ഉറ്റുനോക്കുന്ന മണ്ഡലവും ഏറ്റവും കൂടുതൽ സസ്പെൻസ് നിറഞ്ഞ മണ്ഡലവും ഒപ്പം തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളും അതിനപ്പുറം മത ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ചേർന്ന ഒരു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആര് തുണയ്ക്കുമെന്നറിയാനുള്ള ഒരു മണിക്കൂറുകൾ. ആ മണിക്കൂറുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഏറ്റവും അനുകൂലമായ ഘടകങ്ങളിലേക്ക് പ്രധാനമായും BJPക്കുണ്ടോ. ഒപ്പം തന്നെ പ്രധാനമായും പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ജയപാലിനൊപ്പം നിന്ന മണ്ഡലമാണെങ്കിൽ ഇത്തവണ 2026 വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണ്ഡലങ്ങളിലെ ഒരു മുഖമായി മാറിക്കൊണ്ടിരുന്ന BB ഗോപകുമാറാൻ BJPയുടെ ഗോപകുമാറിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ ക്രിസ്ത്യൻ, മുസ്ലിം, ഒപ്പം തന്നെ നായർ, ഈഴവ വോട്ടുകൾ, ഈ വോട്ടുകളിൽ ഒരു വിഘടനം പ്രധാനമായും കാണുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രധാനമായും BJPക്ക് ഇവിടെ മുൻതൂക്കം തന്നെയായിരിക്കും. പ്രധാനമായും ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP ഇത്തവണ തെക്ക് വടക്ക് കാറ്റുകളെ തള്ളി മാറ്റിക്കൊണ്ട് താമര തന്നെ വിരിയിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പറയാൻ പറ്റിയ മറ്റൊരു കാര്യം കൂടി കണക്കുകൾ സഹിതം പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും 2021 25% വോട്ട് വിഹിതം, 2016 25% വോട്ട് വിഹിതമായിരുന്നെങ്കിൽ അത് 2021 നിയമസഭാ ചരിത്രത്തിലേക്ക് എത്തിയപ്പോൾ 30% വോട്ട് വിഹിതമായി വരികയും ചെയ്തു. തുടർന്ന് യുവാക്കളുടെ അടക്കം ഈ ഒരു പ്രാതിനിധ്യം BJPയിലേക്ക് ഒഴുകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. LDFിൽ നിന്നടക്കം വോട്ട് ചോർച്ച BJPയിലേക്ക് പോകുന്നൊരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ BJPയുടെ വികസന പദ്ധതികളും NDAയുടെ വികസന കുതിപ്പുമെല്ലാം തന്നെ ദേശിക നാടായ കൊല്ലത്തെ മാറ്റി ചിന്തിപ്പിക്കാൻ ഒരു പ്രേരണ നൽകിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിലായി അത് ചാത്തന്നൂരിനെ തുണയ്ക്കുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നതും. എന്തായാലും നാളെ പോളിംഗ് ബൂത്തിൽ നിന്ന് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നാളെ വോട്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും അശ്നൂർ പഞ്ചായത്തിലെ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. പിന്നീട് പറവൂർ നഗരസഭയിലെ വോട്ടുകളായിരിക്കും. അങ്ങനെ ക്രമാതീതമായി ബാലറ്റ് പേപ്പറുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ 1 മണിക്കൂറിൽ തന്നെ ഫലസൂചനകൾ പ്രധാനമായും ആരെ തുണയ്ക്കുമെന്നാലും BJPയെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ മണ്ഡലത്തിൽ ഇത്തവണ BJP കൊടി പാറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അശ്വതി, ഗൗതം. തീർച്ചയായും ഓക്കെ ശ്യാമപ്രസാദ്. എന്തായാലും അശ്വതിയുടെ സ്വന്തം ജില്ലയാണല്ലോ കൊല്ലം. അതെ, എന്റെ സ്വന്തം മണ്ഡലം കൂടിയാണ് ചാത്തന്നൂര്. അപ്പൊ ഞാനിങ്ങനെ അക്ഷമയായി കാത്തിരിക്കുകയാണ്. അവിടുത്തെ ഓരോ വോട്ടും എണ്ണുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കൊല്ലംകാരി അല്ലെങ്കിൽ ചാത്തന്നൂരുകാരി എന്നൊക്കെ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ നെഞ്ച് പിടിക്കും, എന്റെ ചങ്ക് പിടിക്കും. കാരണം അത്രത്തോളം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ 2026. പലതിനും മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന വർഷം കൂടിയാണ് 2026 എന്ന് പറയുന്നത്.